പോയില്ലേ? കുമ്പളം കുറച്ച് കിട്ടി. 6 മാസമായിട്ടുള്ളേ. ഇത് ആമക്കാട് അതല്ലേ? ഇത് ആമക്കാടനാണല്ലേ? പക്ഷെ ആമക്കാടിന് 2-3 ഐറ്റം ഉണ്ടോ? ആമക്കാടൻ ഇവിടെ ഉള്ളത് 2-3 ഐറ്റം ഉണ്ട്. അങ്ങനെ നമ്മളെ അലച്ച് പറമ്പിലാകുമ്പോ അങ്ങനെ ഉണ്ടല്ലേ? പറമ്പിലെ പൂളയും പിന്നെ കപ്പ അതേമാതിരിക്ക് പിന്നെ പാത്രത്തിട്ട് വ്യത്യാസം, ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും, മരത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല. പറമ്പത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മധുരം കൂടിയല്ലേ? നല്ല പൊടിയായില്ലേ? നല്ല പൊടിയായില്ലേ? ഇനി നിർത്താൻ പറ്റില്ലല്ലേ? ഇനി നിർത്തിയാൽ കേടരൂല്ലേ? പിന്നെ പറിക്കാനും ഗതിയിടോ? ടൈറ്റ് ആവും. ചിലർ കഴിച്ചുകൊണ്ടിരിക്കൂലേ? അത്യാവശ്യം നല്ല കായുണ്ടായിരുന്നു. പിന്നെ വളം കളക്ഷൻ ചെയ്യാം. ഞാൻ ഇഷ്ടമാണ് വരുള്ളൂ. ഏകദേശം ആയില്ല കേട്ടോ. സ്വന്തം ആ കോൽക്കാർ അത്യാവശ്യം ഇതുണ്ടല്ലേ കേട്ടോ. ഓലട്ടിട്ട് മൂടിച്ചാന്നില്ലേ? കൃഷി ഉണ്ടാക്കണ ഒരു രസമല്ലേ സംഭവം? നമുക്ക് കഴിക്കും ചെയ്യാം. കഴിക്കും ചെയ്യാം. ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് രസം. വിളവെടുക്കുമ്പോ അല്ലേ? എത്ര കടന്ന് വാങ്ങിയാലും ഇത് ഇവിടെയും വെറുതെ ഇരിക്കണം. വായ അതേമാതിരിക്ക് പോയതാ. വായൊക്കെ അല്ലേ? പയറിന് കോട്ടൽ കൊടുത്തിട്ട് ഇതാണ് ആമക്കാട്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് പന്തപ്പള്ളിയിലാ? ചെരങ്ങാട്ടുപോയിലല്ലേ? ഇത് ഏതാ കപ്പാറിന്? ഇത് ആമക്കാടിനെ. ആമക്കാടല്ലേ? എത്ര മാസമായി ഇത്? 6 മാസം. 6 മാസമായിട്ടുള്ളൂ? 6 മാസം കൊണ്ട് 10 കിലോന്റെ കിഴങ്ങുണ്ട്. കിഴങ്ങുണ്ടല്ലേ? കിഴങ്ങ് പറഞ്ഞാല് 2 അടി 1.5 അടിന്റെ അടുത്ത് കിഴങ്ങ് നീളമുണ്ടല്ലേ? ഈ ആമക്കാടിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരു കിഴങ്ങുമ്പോ തന്നെ 2 കിഴങ്ങായിട്ട് പോകും. ഇതാ കാണുന്നേ പ്രത്യേകത. ഒരു കിഴങ്ങ് 2 കിഴങ്ങായിട്ട് പോകും. അങ്ങനെ അത് ആമക്കാടിന്റെ പ്രത്യേകത. ഇതിപ്പോ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ. ഇതിപ്പോ ഒരു കിഴങ്ങുമ്പോ തന്നെ മറ്റേ കിഴങ്ങ് പോയില്ലേ? ഇതിപ്പോ ഒരു കിലോ 1/2 കിലോന് ഏറെ ഉണ്ടാവും. ഇതും ഉണ്ടാവും 1 കിലോന്. 1 കിലോന് കിഴങ്ങുമ്പോ തന്നെ 1-2 കിലോന്റെ അടുത്ത് പോയി കിട്ടും ഒരു കിഴങ്ങ് തന്നെ. പക്ഷെ വേറെ കപ്പൊക്കൊന്നും അങ്ങനെ കാണൂലല്ലേ പുളക്കില്ലേ? ഇല്ല, ആമക്കാടനാണ് ഇത്. ആമക്കാടിന്റെ പ്രത്യേകതയാണല്ലേ? അതേമാതിരിക്ക് പിന്നെ ആമക്കാട് നമ്മൾ കുത്തുമ്പോ ഈ ഭാഗം ഒരു 1 ഇഞ്ച് നീളത്തില് 1 ഇഞ്ച് നീളത്തില് ഒന്ന് വരച്ചിടുക. അങ്ങനെ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് അങ്ങനെ വെറുതെ വരച്ചിട്ടാ മതില്ലേ? ഇങ്ങനെ ഒന്ന് വരച്ചിടുക കൊമ്പുമ്മ. അപ്പൊ ഇനി ഇവിടുന്ന് കുത്തുമ്പോ
ഇവിടുന്ന് ഇങ്ങോട്ടും വേറെ ഇറങ്ങും, ഇതിന്റെ മേലിന്ന് അങ്ങോട്ട് ഇത്ര നീളത്തില് മണ്ണ് വരണം. മണ്ണ് വരണം. ഇത് താഴത്തേക്കും താഴത്തേക്കും കിഴങ്ങ് ഉണ്ടാവും, അതിന്റെ മേലെ ഈ വരച്ച അങ്ങോട്ടും ഉണ്ടാവും, പിന്നെ മേലൊക്കെ ഉണ്ടാവും. ഈ മരച്ചേന്റെ അവിടെ അങ്ങോട്ടും ഉണ്ടാവും, നല്ല കിഴങ്ങ് ഉണ്ടാവും. ഈ വേര് ഇറങ്ങുമ്പോ കിഴങ്ങ് ഉണ്ടാവും. ഈ വേരാണ് കിഴങ്ങായിട്ട് വരുന്നില്ല. അപ്പൊ ഒരു ആമക്കാടന്റെ കൊമ്പുമ്പോ എന്ന് പറഞ്ഞാല് ഇപ്പൊ പറമ്പിൽ തന്നെ 10 കിലോ ഉണ്ട്. 10 കിലോ ഉണ്ട്. അപ്പൊ നമ്മള് പിന്നെ പാടത്ത് കുഴിച്ചിട്ടാണെങ്കിൽ ഒരു 15 കിലോ കളില്ലാതെ കിട്ടും. 15-20 അടുത്ത്. ഇത് ഏകദേശം ഒരു 10 കിലോന്റെ മേലുണ്ട്. 10 കിലോന്റെ മേലുണ്ടാവും. ഇത് പറമ്പിലാണ്. പറമ്പില് നല്ല കിഴങ്ങാണ്. 6 മാസമായിട്ടുള്ളൂ. 6 മാസമായിട്ടുള്ളൂ. 7 മാസമൊക്കെ ഇതിന്റെ വിളവ് 7-8 വരെയൊക്കെ ആവാം. പക്ഷെ ഇത് 6 മാസം കൊണ്ടാണ് ഇതിന്റെ വിളവ്.